ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടലാണ് ഒരു സമാധാന നീക്കം സാധ്യമാക്കുമോ എന്ന പ്രതീക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം ആത്മാർത്ഥമാണ്? നേരത്തെ സനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ആത്മാർത്ഥത എത്രമാത്രം എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ലോകത്ത് പലസ്തീൻ അനുകൂലമായ ഒരു വികാരമുണ്ട്. അത് ആ രാഷ്ട്ര രൂപീകരണം എന്നതിനപ്പുറം അവിടെ ഇപ്പോൾ നടക്കുന്ന വംശഹത്യ, UN പോലും കണ്ടെത്തിയ വംശഹത്യ എന്ന സാഹചര്യം ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. UK-യും ഓസ്ട്രേലിയയും ഒക്കെയുള്ള രാഷ്ട്രങ്ങൾ അവരുടെ നിലപാടുകൾ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. മാക്രോൺ പറയുന്നു, നിങ്ങൾ സഹായം നിർത്തിയാൽ മാത്രം മതി, നിങ്ങൾക്ക് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റൂ, നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, ഈ സഹായം നൽകുന്നത് മാത്രം നിർത്തിയാൽ മതി എന്നതാണ്. അവിടെ അറബ് രാഷ്ട്രങ്ങൾക്ക് അതിലേക്ക് എത്രമാത്രം ആത്മാർത്ഥമായി നിലപാടെടുക്കാൻ കഴിയും? നമുക്കറിയാം, ഖത്തറിൽ നടന്ന ആക്രമണം, അതിനുശേഷം അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ധാരണ, ആ ഒരു പ്രത്യേക പരിതസ്ഥിതിയും സാഹചര്യവും അത് സാധ്യമാക്കുമോ? രേണുക, അറബ് രാജ്യങ്ങൾക്ക് എത്രത്തോളം മീനിങ്ഫുള്ളായി ഇസ്രയേൽ ഗാസ വിഷയത്തിൽ ഇടപെടാൻ കഴിയും? ഇത് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമാണ്. എക്കാലത്തും ഗാസയ്ക്ക് വേണ്ടി മുതലക്കണ്ണീര് ഒഴുക്കിയത്, അല്ലെങ്കിൽ പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി, പലസ്തീനിയൻ രാഷ്ട്രത്തിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കിയത് അറബ് രാജ്യങ്ങളാണ്. ഞാൻ ആ മുതലക്കണ്ണീരെന്ന് പറയാനുള്ള കാരണം, അവർ പ്രസ്താവനയ്ക്ക് ഉപരിയായി എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങാൻ, ഡിപ്ലോമാറ്റിക് ആകട്ടെ മിലിറ്ററിസ്റ്റിക് ആകട്ടെ, നടപടിയിലേക്ക് നീങ്ങാനുള്ള ശേഷിയും ശേമുഷിയും ഒന്നും തന്നെ വില്ലിങ്നെസ്സോ ടെനാസിറ്റിയോ കാട്ടാത്ത അറബ് രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നു എന്ന ഒരു പ്രതീതി അറബി ഉച്ചകോടി, ഇപ്പോൾ ദോഹയിൽ വെച്ച് സമാപിച്ച അറബി ഉച്ചകോടിയിൽ അങ്ങനെ ഒരു സങ്കല്പം മുഴങ്ങിക്കേട്ടു. ഇപ്പം നമ്മൾ ഭംഗ്യാന്തരേണ പറയുമല്ലോ, അറബി നെയ്റ്റോ, അറബി നെയ്റ്റോ എന്നൊക്കെ പറയുമ്പോൾ ഭംഗിയായിട്ട് പറയാമെന്നല്ലാതെ ഇത് നെയ്റ്റോ കുറച്ചുകൂടെ കെട്ടുറപ്പുള്ളൊരു സംഗതിയാണ്. അതായത് റഷ്യയിൽ നിന്ന് വരുന്ന, കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വരുന്ന ത്രെട്ട് നേരിടാൻ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സൈനികമായി ഒരു പ്രത്യേക പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു കൺസോളിഡേറ്റഡ് ഒരു സംവിധാനമാണ്, മിലിറ്ററി പാക്റ്റാണ് നെയ്റ്റോ. പക്ഷേ അറബികൾക്ക് ഇടയിലുള്ള വൈരുദ്ധ്യം, അത് ചരിത്രപരമായി എക്കാലത്തും ദ കിങ്സ് ഇൻ ദ ആർമർ റിവീൽഡ്, അത് പല സമയത്ത് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഒരു ബ്രേവ് ഫേസ് ആണ്. അതിൻ്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. വൺ ഈസ് ഈജിപ്റ്റ് ആൻഡ് ദ അതർ വൺ ഈസ് സൗദി അറേബ്യ. ഇപ്പം നോക്കൂ, സൗദി അറേബ്യ ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ ഇവിടെ നടക്കുകയാണ്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം സൗദിക്കുള്ളിൽ വലിയ പരിഷ്കാരങ്ങൾ നടത്തുന്നു, സൗദിയെ സ്ട്രാറ്റജിക്കായി പൊസിഷൻ ചെയ്യുന്നു, സൗദിയുടെ പഴയ വഹാബി കടുംപിടുത്തങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സൗദിക്ക് വേണ്ടി ഒരു പുതിയ ഒരു പന്ഥാവ് വിട്ട് തുറക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം സൗദി അറേബ്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ നല്ല പങ്കും സൗദിക്ക് വെളിയിലാണ്, അമേരിക്കയിലുള്ളിലാണ്. അപ്പോൾ അമേരിക്കയെ പൂർണ്ണമായി പിണക്കിക്കൊണ്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ കൂടെ പ്രേരണയാലാണ് അബ്രഹാമിക് കരാറുകൾ ഇസ്രയേലുമായി ഒപ്പുവെക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിൽ ഉണ്ടായത്. സൗദി പിൻവാങ്ങിയത് അതുകൊണ്ടാണ്. ഇപ്പോഴിതാ ദോഹയിൽ, ഖത്തറിൽ ആക്രമണം നടന്നിരിക്കുന്നു ഇസ്രയേലിൻ്റെ വക. അങ്ങനെയെങ്കിൽ അറബി ലോകത്തെ ജനതയുടെ ഇടയിൽ ഈ രാജ്യഭരണങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന ഒരു ചിന്ത രൂഢമൂലമാണ്. അങ്ങനെയെങ്കിൽ പ്രോ ആക്റ്റീവായി ചിന്തിക്കണം. ആ ഒരു ഭാഗം മുന്നിൽ വെച്ചുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി, ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായി ഒരു മിലിറ്ററി കരാറിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് അത് സാങ്കേതികമായി പറയുമ്പോൾ സൗദി അറേബ്യയെ ഇസ്രായേൽ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സഹായത്തിന് വരും. പക്ഷേ സൗദിയുടെ മനസ്സിൽ ഇസ്രായേൽ അല്ല, യഥാർത്ഥത്തിൽ സൗദിയുടെ മനസ്സിൽ ഇറാനാണ്. ഇറാനിൽ നിന്നൊരു ആക്രമണം സൗദി ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൂതികളുടെ ആക്രമണം ഒക്കെ യമനിൽ നിന്നും. ഈ ആക്രമണങ്ങൾക്ക് എതിരെ പാകിസ്ഥാൻ, ആണവശക്തി കൂടിയായ പാകിസ്ഥാൻ്റെ സഹായം എന്നതാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മറ്റൊരു രീതിയിലാണ് വിവക്ഷിക്കുന്നതെങ്കിൽ പോലും അതാണ് സൗദിയുടെ കാര്യം. അപ്പോൾ സൗദി എന്തോ ചെയ്തു എന്ന ഒരു പ്രതീതി. അതുകൊണ്ട് പാലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യം സൗദിയാണ്. രണ്ടാമത്തെ രാജ്യം ഈജിപ്റ്റാണ്. ഈജിപ്തിൻ്റെ കാര്യം നോക്കൂ, 1978 ഇസ്രായേലുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി ഒപ്പുവെച്ച് ഇസ്രായേലുമായി ആദ്യം സമാധാനം സ്ഥാപിച്ച രാജ്യം ഈജിപ്റ്റാണ്. സാമാന്യം ശക്തമായ സൈന്യമുള്ള രാജ്യമാണ്. 5 ലക്ഷത്തിലധികം സൈന്യങ്ങളും 3 ലക്ഷത്തോളം റിസർവ് സൈന്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇസ്രായേലിനോട് ഒരു മിലിറ്ററി പാരിറ്റി ഉണ്ടെന്ന് പറയാനാവില്ല. പക്ഷേ നിലവിൽ 1 ലക്ഷത്തിലധികം സൈനികർ ഈ സൈനായ് മരുഭൂമിയിൽ
ഇസ്രയേൽ അഭിമുഖമായി അല്ലെങ്കിൽ ഗാസയ്ക്ക് അഭിമുഖമായി നിൽക്കുകയാണ്. റഫ ക്രോസിങ്ങിന് അടുത്ത് തന്നെ ആ സൈന്യം എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും ഇസ്രയേലിനെ ആക്രമിക്കാം എന്ന പ്രതീതി ജനിക്കുന്നതല്ലാതെ ഈജിപ്ഷ്യൻ ആർമി ഇസ്രയേലിലേക്ക് ഇറച്ചു കയറുന്ന പ്രശ്നമില്ല. മുൻകാലങ്ങളിൽ അതിന് ശ്രമിച്ചപ്പോൾ ഈ ഇസ്രയേൽ ഒരു പ്രിയംറ്റീവ് ആക്ഷനിലൂടെ ഈജിപ്തിനെ 48 യുദ്ധത്തിൽ, 56 യുദ്ധത്തിൽ, 67 യുദ്ധത്തിൽ, 73 യുദ്ധത്തിൽ ഇതൊക്കെ നഷ്ടക്കച്ചവടമായിരുന്നു ഈജിപ്തിന് എന്നത് ഈജിപ്തിൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഈ വലിയ തോതിൽ റഫ അതിർത്തി കടന്നുകൊണ്ട് ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഈ ഈജിപ്ഷ്യൻ മരുഭൂമിയിലേക്ക്, പ്രത്യേകിച്ച് ഈ സൈനായ് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ഈജിപ്തിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടി ഒഴിവാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഈ രണ്ട് രാജ്യങ്ങൾ അതോടൊപ്പം GCC ഇപ്പോൾ വളരെ വലിയ ആലോചനയിലാണ്. ഏതെങ്കിലും സമയത്ത് ഇസ്രയേലിൽ നിന്നും ഇനിയൊരു ആക്രമണം ഉണ്ടായാലോ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം സുരക്ഷയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമുള്ള ദോഹയിലെ അടുത്താണ് ഇസ്രയേൽ ബോംബ് ചെയ്തത്. അതേ സൈനിക താവളത്തിനടുത്ത് ആ സൈനിക താവളം തന്നെയാണ് ഇറാൻ ആക്രമിച്ചത്. അപ്പം GCCക്ക് മൊത്തത്തിലൊരു ആരക്ഷിത ബോധമുണ്ട്. അമേരിക്ക എത്രത്തോളം കാലം നമ്പാം, പക്ഷേ ബിസിനസ് താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അമേരിക്കയെ പൂർണ്ണമായി തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് GCC ഇപ്പോൾ മാറി ചിന്തിക്കുന്നു. അത് ട്രംപ് മനസ്സിലാക്കുന്നു, അമേരിക്ക മനസ്സിലാക്കുന്നു. ട്രംപ് ചാഞ്ചാടി കളിക്കും, പക്ഷേ അമേരിക്ക അത് മനസ്സിലാക്കുന്നത് കൊണ്ട് അറബ് രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക പറയുന്നതനുസരിച്ച് അറബ് രാജ്യങ്ങൾ, അമേരിക്ക തിരഞ്ഞെടുക്കുന്ന ഖത്തറിനെയും ഈജിപ്തിനെയും ഒക്കെ പോലെയുള്ള അറബ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഗാസയുടെ വിഷയത്തിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പിടാം, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാം. അതിന് അമേരിക്ക നേരിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയും അറബ് രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഗാസയുടെ പുനരുദ്ധാനം പദ്ധതി അത് നേരത്തെ വന്നതാണ്. അറബി ഒരു പാക്കേജ് വന്നതാണ്. അത് പാതി വഴിയിൽ നിലച്ചുപോയി. പിന്നീട് അതിനു മുമ്പ് തന്നെ ട്രംപിൻ്റെ റിവേറ പാക്കേജ് വന്നു. ഇതെല്ലാം തന്നെ ഒരു റിട്ടറിക് എന്നതല്ലാതെ, ഒരു അക്കാഡമിക് താല്പര്യങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ വയബിളായ ഫോർമുല ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ ഇപ്പോഴത്തെ നിലയിൽ അമേരിക്കയ്ക്കും കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് സാധിക്കേണ്ടതാണ്, പക്ഷേ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ഇപ്പോഴും അമേരിക്ക കാട്ടുന്നില്ല. ആകമാനം ഒറ്റപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ലോക മനസാക്ഷിക്ക് മുമ്പിൽ വൻപൻ ഒറ്റപ്പെടലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇവിടെ യുണൈറ്റഡ് നേഷൻസിലെ 193 രാജ്യങ്ങളിൽ 157ഓളം രാജ്യങ്ങൾ ഓപ്പണായി പാലസ്തീനിയൻ കോസിനോടൊപ്പം നിൽക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്യുമെന്നല്ല, അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം ഏതാണ്ട് 10 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓപ്പണായി പലസ്തീൻ കോസിനെ എതിർക്കുന്നത്. മറ്റു രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ നിയർ കൺസെൻസസ്. അമേരിക്കയും ഇസ്രായേലും ഒഴിച്ചുള്ള, അർജന്റീന, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളുടെ ഒരു കൺസെൻസസ് അവിടെ വരുന്നു. പക്ഷേ ആ കൺസെൻസസ് മതിയാവുമോ പലസ്തീൻ സാധ്യമാകാൻ? ഒരിക്കലും മതിയാവില്ല. കാരണം UN കൂടിയാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ അധികാരം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്ക വീറ്റോ പ്രയോഗിക്കും. ഇനി യുണൈറ്റഡ് നേഷൻസിനെ മാറ്റി നിർത്തിയിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈ രണ്ട് വിഭാഗങ്ങളെയും അമേരിക്ക പറയുന്ന ഇടത്തേക്ക് ആനയിക്കുകയും ഇസ്രായേലിന് വ്യക്തമായ ഉറപ്പുകൾ അറബ് രാജ്യങ്ങൾ, അത് ഹമാസ് കൊടുത്താൽ പോരാ, പാലസ്തീൻ പ്രദേശങ്ങൾ കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ ഗാസ, വെസ്റ്റ് ബാങ്ക് കൊടുത്താൽ പോരാ, അറബ് രാജ്യങ്ങൾ വ്യക്തമായി ഇസ്രായേലിന് ചില ഉറപ്പുകൾ കൊടുക്കുകയും ആ ഉറപ്പുകൾ അനുസരിച്ച് ഇസ്രായേൽ അടങ്ങാൻ തയ്യാറാവുകയും ചെയ്താൽ അല്ലാതെ ഒരു രീതിയിലും പാലസ്തീനിയൻ രാഷ്ട്രം രൂപീകരിക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും. എന്തായാലും ട്രംപ് മുന്നോട്ട് വെക്കുന്ന പ്ലാൻ ആയതുകൊണ്ട് തന്നെ അത് നെതന്യാഹുവിൻ്റെ കൂടി അറിവും സമ്മതത്തോടെയുമുള്ള പ്ലാൻ ആയിരിക്കും ഒരു പരിധിവരെ എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ വർക്കാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്താണോ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് അതുതന്നെയാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ശ്രീ സനന്ദ്,